സത്യം പരം ധീമഹി എന്നുള്ളതാണ് ഇനി അനുധാവനം ചെയ്യാൻ തുടങ്ങുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള മന്ത്രരൂപത്തിലുള്ള ധ്യാന സ്രോതസ്സാണ് സത്യം പരം ധീമഹി എന്നുള്ള പ്രയോഗം. ശരിക്കും ഈ സത്യം പരം ധീമഹി എന്നുള്ള പ്രയോഗത്തിന് പകരം ഭാഗവതത്തിൻ്റെ അധിഷ്ഠാനമായ കൃഷ്ണതത്വത്തെ ആസ്പദമാക്കി വേണമെങ്കിൽ പറയാമായിരുന്നു. കൃഷ്ണം പരം ധീമഹി എന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞില്ല. പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ധ്യാനിക്കാം എന്നൊക്കെ അർത്ഥമെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതൊരു ചെറിയ പ്രയോഗമല്ല, മറിച്ച് ഈ സത്രത്തിൻ്റെ പത്രിക, ഇതിൻ്റെ കാര്യക്രമത്തിൻ്റെ പത്രിക നോക്കിയാൽ അറിയാം. ആദ്യത്തെ വിഷയം സത്യം പരം ധീമഹിയാണ്, അവസാനത്തെ വിഷയവും സത്യം പരം ധീമഹിയാണ്. ഒരേ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ സത്യം പരം ധീമഹിയിൽ തുടങ്ങിയിട്ട് സത്യം പരം ധീമഹിയിൽ അവസാനിപ്പിക്കുന്ന ഒരു സംഹിതയാണ് ഭാഗവതം എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഇത് ഭാഗവതത്തിലൂടെ ഉള്ളൊരു പ്രദക്ഷിണാവണം. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തെ മാത്രമല്ല, ആ പ്രയോഗം വേണമെങ്കിലും പറയാം. ഇപ്പോൾ വംശീധരൻ എന്നു പേരായിട്ടുള്ള ഭാഗവത പണ്ഡിതൻ ഈ സത്യം പരം ധീമഹി എന്ന് അവസാനിക്കുന്ന ആദ്യത്തെ ശ്ലോകത്തെ മാത്രം, ജന്മാദ്യസ്യ യഥ എന്ന ശ്ലോകത്തെ മാത്രം 100 തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ സംസ്കൃതം ഉപയോഗിച്ച് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അത് പണ്ഡിതമൂർഖന്മാരാവാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പം പാണ്ഡിത്യം എന്ന് പറയുന്നത് വിനയത്തിലേക്കുള്ള രാജപാതയാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ അറിവ് കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം നമുക്കൊക്കെ പറ്റുന്നൊരു വലിയ അപാകതയാവാം ഒരു പക്ഷേ, അത് ആവാമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് നിശ്ചയിക്കുന്നത് ഈശ്വരനാണ്. കാരണം ഇപ്പോൾ ഗീത മുഴുവനും കാണാതെ അറിയാവുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരുടെ വീട്ടുകാർക്ക് പോലും അവരെ കണ്ടുകൂടാ. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവിടെ ഈ മാരംകുളങ്ങര പ്രദേശത്തുള്ള ആളുകളല്ല, അതിപ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. രാവിലെ ക്ഷേത്രത്തിൽ പോകും, ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പോകും, ഷഷ്ഠിയുടെ കീർത്തനങ്ങൾ മുഴുവൻ കാണാതെ ജപിക്കും, സഹസ്രനാമം കാണാതെ ജപിക്കും. പക്ഷേ അവർ വാ തുറന്നാൽ പല ആളുകൾക്കും പേടിയാണ്. കാരണം അവരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ശ്രവിക്കുന്ന വാചകങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിർഗമിക്കുന്ന ഒരു ചേഷ്ട, അത് നമുക്ക് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നില്ലെങ്കിൽ ആ അറിവ് ഭാരമായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ അറിവ് നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞത്. ജയതി ജയതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപഥമപി യാദോ യത് കൃപാതോ ധ്രുവോയം സകല കുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. അതായത് ഒന്നെങ്കിൽ ധ്രുവനെ പോലെയായി മാറണം, ഇല്ലെങ്കിൽ പ്രഹ്ലാദനെ പോലെ. യസ്യ കായാധവസ്തേ എന്ന് പറഞ്ഞാൽ കയാധുവിൻ്റെ മകനെ പോലെയാവുക, ഇല്ലെങ്കിൽ ധ്രുവനെ പോലെയാവുക. അപ്പോൾ നമുക്കിനി ഈ വിഷയത്തിലേക്കൊന്ന് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കാം. യഥാർത്ഥത്തിൽ ഈ സത്യം പരം ധീമഹി എന്ന പ്രയോഗം സംസ്കൃതം അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ചിന്തയ്ക്ക് വക നൽകുന്നതാണ്. കാരണം ആ പ്രയോഗം വ്യാകരണപരമായി, ലൗകിക വ്യാകരണപരമായിട്ട് നോക്കിയാൽ അതത്ര ശുദ്ധമായ പ്രയോഗമല്ല. പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നുള്ളതിന് ധ്യായാമി എന്നാണ് പറയേണ്ടത്. അല്ലാതെ ധീമഹി എന്നുള്ളൊരു പ്രയോഗം വ്യാകരണത്തിൽ ആത്മനേപതി പരസ്മൈപതി എന്നൊക്കെയുള്ള ശബ്ദാർത്ഥങ്ങളെ നമ്മൾ വെച്ച് ചിന്തിച്ചാൽ ധീമഹി എന്നുള്ള പ്രയോഗം അവിടെ ശരിക്കും പറഞ്ഞാൽ ഉചിതമല്ല എന്ന് പറയാം. അപ്പോൾ വ്യാസഭഗവാന് വ്യാകരണത്തിൽ തെറ്റുപറ്റിയെന്നാണോ? ഒരിക്കലുമല്ല. അപ്പം അവിടെയാണ് ഭാഗവതം വായിച്ച് തീരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോൾ എന്താ പറയുക, പാരമഹംസ്യാം സംഹിതായാം, പരമഹംസന്മാരുടെ സംഹിത എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? സാധാരണഗതിയിൽ ഉള്ള ഒരു ബുദ്ധി കൊണ്ട്, ചിന്ത കൊണ്ട് ഭാഗവതത്തെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധ്യത കുറവാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം
പ്രചോദിതമായ ബുദ്ധി കൊണ്ട് മാത്രമാണ് ഈ സംഹിത നമുക്ക് ബോധ്യപ്പെടുക. അപ്പോൾ അവിടെ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ലൗകിക സംസ്കൃതത്തിന് അതീതമായി ഭാഗവതത്തിൽ പ്രയോഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സംസ്കൃത ഭാഷ നമ്മൾ സാധാരണ പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രയോഗങ്ങളുണ്ട്, വ്യാകരണമുണ്ട്. ഇപ്പം നമ്മൾ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണീയം എന്നാണ് നമ്മൾ പൊതുവെ പറയുക. അത് പ്രചരിച്ചതുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹമാക്കി മാറ്റിയ പ്രൗഢമനോഹരമായ ഗ്രന്ഥം അമ്പലപ്പുഴയിലിരുന്ന് അത് രചിച്ചിട്ടുള്ളത്. ആലപ്പുഴക്കാരായ നമുക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ധാരണ പോലും ഇല്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു ദുരന്തമായിട്ട് അവശേഷിക്കുന്നു. കാരണം അമ്പലപ്പുഴയിൽ നാരായണ ഭട്ടതിരിപ്പാട് രാജാവിൻ്റെ അതിഥി ആയിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിലാണ് അദ്ദേഹം അപാണനീയ പ്രാമാണ്യ സാധനം എന്ന ഗ്രന്ഥം എഴുതുന്നത്. അത് ഗംഭീരമായൊരു ഗ്രന്ഥമാണ്. നമ്മൾ പക്ഷേ അതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ മെനക്കെടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ സാധാരണ വ്യാകരണം വെച്ച് നമ്മൾ ഭാഗവതത്തെ അളക്കരുത്, അത് ശരിയാവില്ല. കാരണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ധീമഹി, സത്യം പരം ധീമഹി എന്ന പ്രയോഗത്തിലെ ധീമഹി എന്ന ശബ്ദം സാധാരണ ലൗകിക സംസ്കൃതത്തിലുള്ളതല്ല. അങ്ങനെ അർത്ഥം നോക്കിപ്പോയാൽ നമുക്കതിന് അർത്ഥം കിട്ടില്ല. പിന്നെ എവിടെയുള്ളതാണെന്നൊരു സംശയം വരാം. അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഋഗ്വേദത്തിൻ്റെ വ്യാകരണം പറഞ്ഞിരിക്കുന്നത് ഋഗ്വേദ പ്രാതിശാഖ്യം വഴിയാണ്. യജുർവേദത്തിൻ്റെ വ്യാകരണം യജുർവേദ പ്രാതിശാഖ്യം വഴിയാണ്. അതുകൊണ്ടാണ് വേദത്തിൻ്റെ വ്യാകരണം നമ്മൾ വളരെ ശ്രദ്ധിച്ചു മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അതിന് വേറെ അർത്ഥതലങ്ങളാണ്. ഇപ്പം ശതധാരമുത്സമ അക്ഷീയമാണം എന്നുള്ളതിൻ്റെയൊക്കെ അർത്ഥം ലൗകിക സംസ്കൃതം കൊണ്ട് പറയാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. വേദസൂക്തങ്ങളുടെ അർത്ഥതലങ്ങൾ അതിന് വേറെ പദ്ധതി തന്നെയുണ്ട്. അപ്പം ഈ ധീമഹി എന്നുള്ള ശബ്ദം നമ്മൾ വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്. അതെവിടെയത്? രാവിലെ ആർക്കും ഒരു സന്തോഷമില്ലാതെ ഇരിക്കുക അല്ലേ? ഭാഗവതം കേൾക്കാനൊക്കെ വരുമ്പോൾ വളരെ ആനന്ദമായിട്ടിരിക്കണം എന്നാണ്. നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായില്ലേ, ഭഗവാനെക്കുറിച്ച് പറയാനും കേൾക്കാനും ഒരവസരം ഉണ്ടായില്ലേ? അത് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ ഇവിടെ അവസരമുള്ളൂ. എവിടെയാ ധീമഹി എന്നുള്ള ശബ്ദം കേട്ടിട്ടുള്ളത്? തിരിച്ച് നമ്മൾ ഒരുമിച്ച് സമ്മതിക്കുന്നതിനെയാണ് സത്രം എന്ന് പറയാം. ഗായത്രി മന്ത്രത്തിലാണ് അല്ലേ? ഗായത്രി മന്ത്രത്തിൽ നമ്മൾ പറയും ഇല്ലേ, ഓം തത് സവിതുരുവരേണിയം ഭർഗോദേവസ്യ ധീമഹി എന്ന് പറയും. അപ്പോൾ ഭാഗവതത്തിൽ ഈ ധീമഹി എന്നുള്ള ശബ്ദം എന്തിനാണ് ആദ്യം ഘടിപ്പിച്ചത് എന്നതിന് ആചാര്യൻ ഉത്തരം പറയുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമഭാഗവതന്മാരായ മഹാത്മാക്കൾ പറയും, നമുക്ക് തോന്നിയതുപോലെ പറയാൻ പാടില്ല ഭാഗവതം. അങ്ങനെയാണ് ഈ ഭാഗവതമൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങിയത്. ഭാഗവതത്തിന് സാമ്പ്രദായികമായിട്ട് നോക്കുമ്പോൾ 3 വ്യാഖ്യാനങ്ങളാണ്. അത് എഴുതുന്നവർ എഴുതി വെച്ചോളൂ. ഒന്നാമത്തെ പ്രാതസ്മരണീയമായ ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേരാണ് ശ്രീധരീയം എന്ന് പറഞ്ഞു നോക്കൂ. ശ്രീധരീയം എന്ന് പറയുന്നത് ഗുജറാത്തിൽ ജീവിച്ചിരുന്ന ശ്രീധരസ്വാമികളാൽ വിരചിതമായ ഗ്രന്ഥമാണ്. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം മള്ളിയൂർ തിരുമേനിയെ ഭാഗവത ഹംസായിട്ട് പറയുമ്പം അദ്ദേഹം മഹാപുരുഷനായിരുന്നു, കഥ പറയാൻ വളരെ കേമായിട്ട് അമ്പലപ്പുഴയിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഗുരുനാഥനും കൂടിയാണ്. ഗുരുവായൂരപ്പദാസ സ്വാമികളും മള്ളിയൂർ തിരുമേനിയും ഒക്കെ നടത്തിയ ധാരാളം സപ്താഹങ്ങൾക്ക് അമ്പലപ്പുഴ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്. ഗുരുനാഥൻ എപ്പോഴും പറയുമായിരുന്നു, ശ്രീധരീയം നോക്കിയേ പറയാവൂ എന്ന് നിർബന്ധമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒന്നാമത്തത് ശ്രീധരീയം അത്ര എളുപ്പമുള്ളതല്ല. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. ആ ഗഹനമായ തത്വങ്ങളെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള അവരുടെ പരിശ്രമമാണ് ഇത്തരം വേദികൾ ഇവിടെ അവശേഷിക്കാൻ കാരണം. ഇതിൽ വെള്ളം കലർത്തി ഇപ്പം ഭാഗവതം ഇല്ലാണ്ടായി. സത്രം തന്നെ അതിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്താൻ പാടില്ല. പണ്ട് ഒരു സത്രം കേട്ടാൽ അത് ഇങ്ങനെ ആയിരുന്നില്ല പണ്ടത്തെ കേൾവി എന്ന് പറയുന്നത്. പണ്ട് പരമഭാഗവതന്മാരായിട്ടുള്ള ആളുകളെല്ലാവരും വന്ന് മുൻപിൽ മഹാത്മാവ് ഇവിടെ വന്നിരിക്കണം, അതിൽ വന്നിരിക്കും. സാധാരണ അങ്ങനെ ആചാര്യന്മാർ ചെയ്യാറില്ല. എന്നിട്ട് കേൾക്കുന്ന ആൾ കുറേ കഴിയുമ്പോൾ പറയുന്ന ആൾ ശ്രോതാവായിട്ടിരിക്കും. അങ്ങനെയായിരുന്നു പണ്ട്. ഗുരുവായൂരപ്പദാസ സ്വാമികൾ പ്രഭാഷണം ചെയ്യുമ്പോൾ അതിന് ശ്രോതാവായിട്ട് മുന്നിൽ മള്ളിയൂർ തിരുമേനി ഉണ്ട്. എന്ത് മനോഹരമാണ് ആ രംഗം എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഭാഗവതം പറയാൻ വരുന്നവർക്ക് ഭയം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല.
ഇപ്പം ഭാഗവതമേ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രസൻറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ആവണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മളുടെ നിശ്ചയമാണ്. പിന്നെ കലിയുഗമാണ്, ഗുരുവായൂരപ്പൻ്റെ തീരുമാനം എന്താണോ അതാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതൊക്കെ നമുക്ക് ന്യായം പറയാമെങ്കിലും നമ്മൾ അത് ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ കാത് കൂർപ്പിക്കലല്ല, ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസമാണ്, ഉറച്ച അചഞ്ചലമായ ബോധ്യമാണ്. അപ്പോൾ ശ്രീധരീയത്തിൽ നോക്കി നമ്മൾ ഇതിൻ്റെ അർത്ഥം നിശ്ചയിക്കാൻ പറയുന്നുണ്ട് മഹാത്മാക്കൾ. രണ്ടാമതൊരു ഭാഗവത വ്യാഖ്യാനമുണ്ട്. അത് വളരെ പ്രൗഢമായ വ്യാഖ്യാനമാണ്. ഹിമാലയ പ്രാന്തത്തിലെ രുദ്രപ്രയാഗിൽ ജീവിച്ചിരുന്ന സാക്ഷാൽ വല്ലഭ സമ്പ്രദായത്തിലുണ്ടായിരുന്ന മഹാത്മാവാണ്, വല്ലഭാചാര്യർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്, സുബോധിനി എന്നാണ് അതിൻ്റെ പേര്. ഇതൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. മൂന്നാമതൊരു വ്യാഖ്യാനമുണ്ട്, വല്ലഭാചാര്യ സ്വാമികളുടെ സുബോധിനി. അത് എഴുതിയോ? വല്ലഭാചാര്യ സ്വാമികളുടെ സുബോധിനി മൂന്നാമത്തെ വ്യാഖ്യാനമാണ്. വളരെ നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്നൊരു വ്യാഖ്യാനമാണ്. മലയാള പാഠമാണ് ശരിക്കും പറഞ്ഞാൽ. മലയാളത്തിലുണ്ടായിട്ടുള്ള മഹാത്മാവായ രാഘവാനന്ദ മുനി എന്നറിയപ്പെടുന്ന ചെറുമുക്ക് അത്യാശ്രമി, ആശ്രമങ്ങളെ അതിക്രമിച്ചു പോയ മഹാപുരുഷനാണ് അദ്ദേഹം. സന്യാസാശ്രമത്തെയും അവധൂതാശ്രമത്തെയും ഒക്കെ അദ്ദേഹം അതിക്രമിച്ചു പോയി എന്നാണ്. അദ്ദേഹം അവസാന കാലത്ത് തൻ്റെ ജീവിതത്തിൻ്റെ പ്രാരബ്ധമെല്ലാം തന്നെ ഗുരുവായൂരപ്പന് ഒരുമിച്ച് അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് കഥ പറയാറുള്ളത്. ശരീരം മുഴുവനും നമ്മളൊക്കെ അനേക ജന്മങ്ങൾ എടുത്തിട്ടാണ് രോഗങ്ങളും പ്രാരബ്ധങ്ങളൊക്കെ അനുഭവിച്ച് തീരാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തോടുള്ള പ്രേമം കാരണം, ഗുരുവായൂരപ്പൻ്റെ വാത്സല്യം കാരണം, അതുകൊണ്ടാണ് ശിവപെരുമാളിനോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം പെരുമാളിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ എൻ്റെ അടുത്തേക്ക് പോരൂന്നാണ് പറയുക. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മുക്ത പഥത്തിലേക്ക് പോവുകയാണ് ചെയ്യാന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധമെല്ലാം ഒരുമിച്ച് കൊടുത്തിട്ട് ശരീരം മുഴുവനും വ്രണങ്ങളായി മാറി. അദ്ദേഹം ഗുരുവായൂരിന്ന് അദ്ദേഹം വിട്ടുപോയി. മമ്മിയൂര് ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് ചെന്ന് കിടന്നു. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഗുരുവായൂരപ്പൻ അവിടെ ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പോയി നോക്കി. അങ്ങനെ അലഞ്ഞു നോക്കിയപ്പോൾ ചെറുമുക്ക് അത്യാശ്രമിയെ തൻ്റെ മടിയിൽ കിടത്തി തഴുകിത്തലോടിക്കൊണ്ട് വാത്സല്യപൂർവ്വം ആ പരിചരണം സപര്യ എന്താ പറയുക, അത് ഗുരുവായൂരപ്പൻ ചെയ്യാണ് ആ അത്യാശ്രമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാര്യം പറയാറുണ്ട് മഹാത്മാക്കൾ. അവിടെ ഗുരുവായൂരപ്പൻ ഈ അത്യാശ്രമയെ ശുശ്രൂഷിച്ചിരുന്ന ഒരു അരളിമരമുണ്ട്. ആ അരളിമരത്തിൻ്റെ ചോട്ടിൽ കിടക്കുന്ന സമയത്ത് ഈ അരളിയുടെ മൂർത്തിട്ടുള്ള അതിൻ്റെ പുഷ്പത്തിൻ്റെ താഴെയുള്ള ചില മുനകൾ വീഴുമ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ മുറിവുകൾക്ക് വിഷമാവുമോ എന്ന പേടി കാരണം ആ അരളിയെ ഗുരുവായൂരപ്പൻ താക്കീത് കൊടുത്തു എന്നാണ്, നീ നേരെ താഴേക്ക് വീഴരുത് എന്ന്. അതിപ്പോഴും നമുക്ക് ചെന്നാൽ കാണാം കേട്ടോ. ആ അരളിയുടെ ചോട്ടിൽ ചെന്ന് നിന്നാൽ ഇതുപോലെ ഇല പൊഴിയുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും പൊഴിഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് താഴേക്ക് വീഴില്ല, അത് എങ്ങടെങ്കിലും പോവുക ചെയ്യുക. അത് നമ്മൾ അത്ഭുതത്തോടു കൂടി തന്നെ എപ്പോഴും കാണേണ്ടത്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള അപാരമായ ആത്മബന്ധത്തിൻ്റെ പ്രതീകമായിട്ടും അത്യാശ്രമയുടെ കണ്ണുനീരിൽ കുതിർന്ന കഥയുടെ പ്രതീകമായിട്ടും മമ്മിയൂരപ്പൻ അതിന് സാക്ഷിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനങ്ങളുണ്ട് ഭാഗവത ശാസ്ത്രത്തിൽ. അപ്പോൾ ശ്രീധരീയത്തിലാണ് പറയുക. ശ്രീധരീയത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് സത്യം പരം ധീമഹി എന്ന ശബ്ദം അവിടെ പ്രയോഗിച്ചതെന്ന് ചോദിച്ചാൽ ഗായത്രി മന്ത്രത്തിൻ്റെ തത്വദീക്ഷയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഗായത്രി ഉപാഖ്യാനം ഇതി തത്വമെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഗായത്രി എന്താണ്, അല്ലെങ്കിൽ ഗായത്രിയുടെ സ്വരൂപം അത് വേദമാതാവാണ്. അപ്പോൾ ഭാഗവതത്തിൽ നമ്മൾ പറയാറുണ്ട് ഏറ്റവും ഒടുവിൽ ഇതിനെ ഘടിപ്പിച്ച് ചിന്തിച്ച് നോക്കിക്കോളൂ ഈ സത്യം പരം ധീമഹിയെ. അതായത് എന്താണ് ഭാഗവതം എന്ന് ചോദിച്ചാൽ പല മറുപടികളും പറയാം. ഓരോ അർത്ഥങ്ങൾ ഓരോ കാലഘട്ടത്തിൽ മഹാത്മാക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ ഭാഗവതത്തിൽ തന്നെ ഒത്തൻറ്റിക്കായിട്ടൊരു മറുപടി പറയുന്നുണ്ട്. അതെവിടെയാണ് പറഞ്ഞത്? ഒടുവിലാണ് പറഞ്ഞത്. എന്താ ഭാഗവതകാരൻ പറഞ്ഞത്? സർവവേദാന്ത സാരം ഹി ശ്രീഭാഗവതമിഷ്യത്തെ തദ്രസാമൃത തൃപ്തസ്യ ന അന്യത്ര സ്യാദൃതി ക്വചിത് എന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെ പറഞ്ഞ എന്താണ്? ഒറ്റ വാചകം നോക്കിയാൽ മതി. സർവവേദാന്ത സാരം ഹി ശ്രീഭാഗവതം ഇഷ്യത്തെ. അപ്പം എന്താണ് ഭാഗവതം എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് വളരെ ധൈര്യമായിട്ട് നമ്മളെ തന്നെ ബോധിപ്പിക്കാം. സർവ വേദാന്ത സാരം. അത് വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പം സർവ വേദാന്ത സാരം എന്ന് വെറുതെ ഒരു അലങ്കാരത്തിന് പറഞ്ഞതാണോ? അങ്ങനെയല്ല.
അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ 4 സ്കന്ധങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കോളൂ. ഋഗ്വേദത്തിൻ്റെ തത്വദീക്ഷകൾ മുഴുവൻ അതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന വിരാട് പ്രണവ ധ്യാനം എന്ന് പറയുന്നത് പുരുഷ സൂക്തത്തിൻ്റെ സംഗ്രഹം കൂടിയാണ്. ആലോചിച്ച് നോക്കണം, എത്ര അഗാധമായിട്ടാണ് ഭാഗവതം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി നമ്മൾ 2-ാം സ്കന്ധത്തിലേക്ക് വന്നാൽ ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്? വേദത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രൗഢഗംഭീരമായ സൂക്തം ഏതാണെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയൊരു ക്ലാസിക് ഉണ്ടാവാനില്ല. ആ സൂക്തത്തിൻ്റെ പേരാണ് നാസദീയ സൂക്തം. നാസദീയ സൂക്തത്തെക്കാൾ വലിയൊരു സൂക്തം വേറെ ഉണ്ടാവാനില്ല. അത്ര ഗംഭീരാണ് അത്. തുടങ്ങുന്നത് തന്നെ എത്ര മനോഹരമായിട്ടാണ്. നാസദാസീനോ സദാസിത്തദാനിം നാസിത്രചോനോ വ്യോമാപരോയത് കിമാവരീവ കുഹകസ്യ ശർമ്മൻ അംഭക്കിമാസീത് ഗഹനം ഗഭീരം എന്ന് പറഞ്ഞിട്ടാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇത് മനസ്സിലാവണില്ലല്ലോ ഈശ്വര. അങ്ങനെയല്ല, അത് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. നാസദാസി നോസദാസി എന്ന് പറഞ്ഞാൽ എന്താണ്? ന സത് ആസീത് ന അസത്ത് ആസീത്. അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. സത്തും ഉണ്ടായിരുന്നില്ല, അസത്തും ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചോൽപത്തിക്ക് മുൻപുള്ള തലങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഇതിൻ്റെ സംഗ്രഹമാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോൾ വേദമാതാവായ ഗായത്രിയെ ധീമഹി ശബ്ദത്തിലൂടെയും ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് നാസദീയ സൂക്തത്തിലൂടെയും വിരാട് പ്രണവോപാസനയെ പുരുഷ സൂക്തത്തിലൂടെയും പ്രസൻറ്റ് ചെയ്ത് ഭാഗവതം ആദ്യത്തെ 4 സ്കന്ധങ്ങളിലൂടെ നമ്മളെ ഋഗ്വേദത്തിൻ്റെ തത്വങ്ങളിലൂടെ നാം അറിയാതെ സഞ്ചരിപ്പിക്കുകയാണ്. 5-ാമത്തെ സ്കന്ധം വരുമ്പം വായന കേൾക്കാൻ നല്ല ഭംഗിയാണ്. കാരണം എന്താ? പഞ്ചമസ്കന്ധം എന്ന് പറയുന്നത് ഗദ്യരൂപത്തിലാണ്. അത് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ നല്ലോണം പ്രഭാഷണം കേൾക്കണ മാതിരി നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന സ്കന്ധമാണ്. എന്തുകൊണ്ടാണ് പഞ്ചമസ്കന്ധം ഈ പറയുന്ന രീതിയിൽ ഗദ്യരൂപത്തിലായതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? യജുർവേദത്തിൻ്റെ പല സമ്പ്രദായങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് വേദത്തിൽ ശരിക്കും ദേവതാരാധനയല്ല, സത്യത്തെ അന്വേഷിക്കലാണ് വേദത്തിൻ്റെ പതിവെന്ന് പറയുന്നത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും ജീവിതഗന്ധികളല്ലാത്തവയല്ല. അപ്പം നമ്മുടെ വിചാരം വേദം എന്ന് പറഞ്ഞ് വേറെ എന്തോ, അങ്ങനെയല്ല. ഇപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എത്ര ലളിതാ പറഞ്ഞത്. സന്ധ്യാമുപാസീത, സന്ധ്യകൾ ഉപാസനയ്ക്കുള്ളതാണ്. അത് സന്ധ്യ എന്ന് പറയുന്നത് വൈകുന്നേരം ഉള്ളത് മാത്രമല്ല, പ്രാതസന്ധ്യ, മാധ്യാഹ്നികം, സായം സന്ധ്യ. 3 യാമങ്ങൾ തമ്മിൽ സന്ധിക്കുന്ന സമയത്ത് ഗായത്രി കൊണ്ട് തർപ്പണം വേണം എന്ന് പറയുന്നുണ്ട്. അതാരും ചെയ്യണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അങ്ങനെ വേണം എന്നാണ്. ഹൈന്ദവ സംസ്കാരത്തിൽ ജീവിക്കുന്ന നമുക്ക് അങ്ങനെ വേണമെന്നാണ്. അപ്പോൾ അത് പറയുന്നുണ്ട്. വേദത്തിൽ പറയുന്ന മറ്റൊരു വാചകമാണ് സുരാം ന പിബേത്. ന പിബേത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിക്കാൻ പാടില്ല. എന്താ കുടിക്കാൻ പാടില്ലാത്തത്? സുരാം ന പിബേത്, മദ്യം കഴിക്കാൻ പാടില്ല. എന്തിനാ അധികം പറയണത്? ഗോതമ്പിൽ നിന്ന് അവലുണ്ടാക്കുന്ന കാര്യം വേദത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാത്തത്. ഇപ്പോൾ വേളിയോത്തൊക്കെ പറയുന്നുണ്ട്. വേളിയോത്തിൽ വിവാഹത്തിൻ്റെ സമയത്ത് ഭാര്യയോട് ഭർത്താവ് പറയുന്നതാണ് എന്താ? ഇമമസ്മാനമാരോഹ. ആ വധുവിനോട് പറയുകയാണ് വരൻ, വേദസൂക്താണ്, അല്ലയോ പ്രിയപ്പെട്ട വധുവേ, നീ ഈ അമ്മിക്കുഴവിയുടെ പുറത്ത് കയറി നിന്നാലും. അതെന്തൊരു പറച്ചിലത് അല്ലേ? അമ്മിക്കുഴവിയുടെ പുറത്ത് കയറി നിന്നാൽ എന്താ പറ്റുക? ഉറങ്ങിയോ? അമ്മിക്കുഴവിയുടെ പുറത്ത് കയറി നിന്നാൽ എന്ത് പറ്റും? ഒരു സംശയം വേണ്ട, താഴെ വീഴും. അപ്പോൾ എന്തിനാ ഭാര്യയോട് ഭർത്താവ് കല്യാണം കഴിക്കണ സമയത്ത് അങ്ങനെ പറഞ്ഞത്? ആലോചിച്ചിട്ടുണ്ടോ? ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, പ്രിയേ, നീ ഈ അമ്മിക്കുഴവിയുടെ പുറത്ത് കയറി നിന്നാലുണ്ടാകുന്ന വീഴ്ചയേക്കാൾ അധികം വരുന്ന വീഴ്ചകൾക്ക് ഈ നമ്മളുടെ വിശാലമായ ജീവിതം ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചേക്കാം. ആ സമയത്ത് പോലും നീ എന്നോട് ചേർന്ന് നിന്നാലും. എത്ര മനോഹരമായ കോൺസെപ്റ്റാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് വേദത്തിൻ്റെ തത്വദീക്ഷ. അല്ലാതെ വേദം ജീവിതഗന്ധികളല്ലാത്ത കാര്യങ്ങളെ അല്ല പ്രസൻറ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ഭാഗവതം വേദാന്തമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ഈ കുഴപ്പം വരണത്. വേദാന്തം വേദാന്തിക്കുള്ളതല്ലെന്നേ. ഒരു സംസ്കൃത കോളേജിലുള്ള പ്രൊഫസർക്ക് പറയാനുള്ളതല്ല വേദാന്തം. വിവേകാനന്ദ സ്വാമി നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഒരു കച്ചവടക്കാരനും ഒരു വീട്ടമ്മയ്ക്കും ഒരു ഗൃഹസ്ഥനും ഒരു എഞ്ചിനീയർക്കും ഒരു ഫിസിഷ്യനും എല്ലാവർക്കും വേണ്ടതാണ് വേദാന്തം. വേദാന്തം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യമല്ല, മറിച്ച് നാം നമ്മളെ അറിയുന്ന
അറിയാനുള്ള ആത്മാന്വേഷണത്തിൻ്റെ പേര് തന്നെയാണ് വേദാന്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5-ാമത്തെ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ യജുർവേദ തത്വങ്ങൾ പ്രസൻറ്റ് ചെയ്തു ഭാഗവതം. അതുകൊണ്ടാണ് രുദ്രസൂക്താദികളൊക്കെ അതിന് പ്രതീകമായിട്ട് രുദ്ര ഉപാസനകൾ, പ്രചേതസ്സുകളുടെ ഗീതം ഒക്കെ അതിനകത്ത് കാണിക്കുന്നത്. അത് കഴിഞ്ഞാലോ 4 മുതൽ 9 വരെയുള്ള സ്കന്ധങ്ങൾ നോക്കിയാൽ യാജുഷമായ തത്വങ്ങൾ നമ്മളറിയാതെ നമ്മളിലൂടെ പ്രസൻറ്റ് ചെയ്ത ഭാഗവതം. ദശമസ്കന്ധം വരുമ്പോഴേക്കും 3 ഗീതങ്ങൾ പ്രസൻറ്റ് ചെയ്യും. 3 ഗീതങ്ങൾ അതേതൊക്കെയാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഗോപികാഗീതം അല്ലേ, അതുപോലെ യുഗളഗീതം, ഭ്രമരഗീതം. സാമവേദത്തിൻ്റെ സമ്പ്രദായം കുറച്ച് വിഷമമാണ്, എളുപ്പമല്ല സാമം പഠിക്കാനായിട്ട്. സാധാരണ വേദമാണെങ്കിൽ നമുക്ക് ഉച്ചയരുദാത്ത, നീചയരനുദാത്ത, സമാഹാരിത സ്വര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന പദ്ധതികളിലൂടെയൊക്കെ ചൊല്ലാം. അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ സമ്പ്രദായത്തിൽ ചൊല്ലാം, അല്ലെങ്കിൽ കേരളീയ സമ്പ്രദായത്തിൽ ചൊല്ലാം. പക്ഷെ സാമം അങ്ങനെയല്ല, സ്തോഭാക്ഷരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് സാമം. ഇന്ന് കേരളത്തിൽ 5 വിരലും കൂടെ കൂട്ടിപ്പിടിച്ചാൽ തികയുന്ന ആളില്ല സാമം ജപിക്കാനായിട്ട്. അത്ര കഷ്ടമാണ് സാമത്തിൻ്റെ അവസ്ഥ. അപ്പോൾ സാമം ഗീതികാ പ്രാധാന്യമുള്ള വേദമാണ്. അപ്പോൾ ഗീതങ്ങളെ ഒന്ന് കാണിച്ചുകൊണ്ട് ഭാഗവതം കടന്നുപോയി. ഇനി അവസാനത്തിലേക്ക് എത്തുമ്പോഴോ നമ്മൾ നോക്കൂ, അഥർവം എന്ന വാക്കിന് കൊള്ളില്ലാത്തൊരു വേദം എന്നല്ല അർത്ഥം. അഥർവം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം സംരക്ഷണം എന്നാണ്, പ്രൊട്ടക്ഷൻ എന്നാണ്. അതിലാണ് ഉദാഹരണം പറഞ്ഞാൽ അഥർവത്തിലെ സൗഭാഗ്യകാണ്ഡത്തിൽ നിന്നാണ് ആയുർവേദമൊക്കെ ഉണ്ടാവുന്നത്. പ്രപഞ്ചസാര സംഗ്രഹം ആചാര്യപാദ സ്വാമികൾ അഥർവത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് തന്ത്രശാസ്ത്രത്തിൽ വിരചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? പ്രയോഗങ്ങളെ. ഇപ്പം ഭഗവത് പൂജാവിധികളൊക്കെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പം അഥർവത്തിൻ്റെ പ്രായോഗിക തത്വമൂല്യ ശോധന ഭാഗവതം കാണിച്ചു തരണം. അപ്പോൾ എന്തായി? സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ. ഇത് ഒരു തരത്തിൽ മാത്രമാണോ പറയണത്? ഇതുപോലെ എത്ര തരത്തിലാണ് ഭാഗവതം അമൂല്യരത്നങ്ങളെ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ വേദാന്ത തത്വങ്ങളെയാണ് ആദ്യം തന്നെ പറഞ്ഞുറപ്പിക്കുന്നത്. സത്യം പരം ധീമഹി. അതാണ് നേരത്തെ പറഞ്ഞത്. ദേവതാ ആരാധനയൊന്നും പറഞ്ഞില്ല. കാരണം എന്താണ്? ഗുരുവായൂരപ്പനും കൃഷ്ണനും സത്യവും ഒന്ന് തന്നെയാണ്. ഇതിനെ ഒക്കെ വെവ്വേറെയായിട്ട് കാണണ്ട. അപ്പോൾ നമുക്കൊരു കുഴപ്പമുള്ള അതാണ്, നമ്മൾ ഭാഗവതത്തെ സമീപിക്കുമ്പോൾ ചിലർ പറയും ഇതൊരു വേദാന്ത ഗ്രന്ഥമാണ്, ഇതൊരു ഭക്തിശാസ്ത്ര ഗ്രന്ഥമാണ്, ഇത് വൈരാഗ്യത്തെ ജനിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ്. അല്ല, മറിച്ച് ഇതെല്ലാം ചേർന്ന് ആർക്കൊക്കെ ഏതൊക്കെ സമ്പ്രദായങ്ങളാണോ വേണ്ടത് അതെല്ലാം സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അപാര മഹിമാവാർന്ന ഗ്രന്ഥമാണ് ഭാഗവതം. അതിൻ്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ്? സത്യം പരം ധീമഹി. എങ്ങനെയാണ് ആ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത്? പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അന്വയ വ്യതിരേക യുക്തി കൊണ്ട്. അന്വയ വ്യതിരേക യുക്തി എന്ന് പറയുന്നത് ന്യായത്തിലുള്ളതാണ്. എന്തുണ്ടെങ്കിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തില്ലെങ്കിൽ എന്തില്ല. പക്ഷെ വ്യതിരേകത്തിന് വേറൊരു യുക്തിയും കൂടി ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സാധാരണ വേദാന്ത വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിക്കാറുള്ള സാധാരണ ഉദാഹരണമാണ് ഇപ്പോൾ മണ്ണും കുടവും. ഇത് ദൃഷ്ടാന്തം മാറ്റി പറഞ്ഞു എന്ന് പറയണ്ട. ഈ അദൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കുന്നത് വേദാന്തത്തിൻ്റെ ഒരു പദ്ധതി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ കുടമുണ്ട്, കുടമുള്ളത് കൊണ്ട് എന്തുണ്ട്? മണ്ണുണ്ട്. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്, ഈ കുടമില്ലെങ്കിലും യഥാർത്ഥത്തിൽ എന്തുണ്ട്? മണ്ണ് അവശേഷിക്കുന്നുണ്ട്. ആ വ്യതിരേകം അങ്ങനെയും കൂടി എടുക്കണം നമ്മൾ. അപ്പം അതിനർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തിന് ആധാരമായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്, പക്ഷേ പ്രപഞ്ചമില്ലെങ്കിലും ആ ശക്തി അവശേഷിക്കുന്നുണ്ട്. പ്രപഞ്ചം അതിൻ്റെ കാര്യകാരണം മാത്രമാണ്. കാരണവസ്തു അപ്പോഴും അവശേഷിക്കുകയാണ്. ആ കാരണത്തെ ഞാൻ അന്വേഷിക്കുകയാണ്. ആ കാരണവും ഞാനും ഒന്നായി മാറുമ്പം അന്വേഷണം അവസാനിച്ച് നമ്മൾ ആനന്ദികളായിട്ട് മാറും. ആ ആനന്ദത്തെ ഭാഗവതം പറഞ്ഞ പേരാണെന്ത്? ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ സത്യം. ഇതിനെ നമ്മൾ ഒരിക്കലും വെവ്വേറെ കാണണ്ട. എന്താ പ്രശ്നം എന്നറിയോ? ഈ ഭഗവാനോട് നമ്മൾ അടുത്ത് വരും തോറും ഈ പാണ്ഡിത്യം ഒരിക്കലും നമ്മളെ അഹംവൃത്തിയിലേക്ക് നയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് കലർത്തി നമ്മൾ മനനം ചെയ്യണം. ഗുരുവായൂരപ്പൻ്റെ മായ അഹോ മമ മായാ ദുരത്യയാ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് എളുപ്പമല്ല. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ മായയെ ജയിക്കാൻ ഒട്ടും എളുപ്പമല്ല.
അത് ഭഗവാൻ തന്നെ കാണിക്കുന്നുണ്ട് ചേലപ്പറമ്പൻ്റെ കഥയിലൂടെ. ചേലപ്പറമ്പനെ പോലൊരു പണ്ഡിതനുണ്ടായിട്ടുണ്ടോ, പക്ഷെ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ രൂപസൗകുമാര്യം, വൃദ്ധാവസ്ഥയിലും അപാരമായ സൗന്ദര്യമുണ്ടായിരുന്ന ചേലപ്പറമ്പൻ്റെ കഥ ഗുരുവായൂർ നിവാസികൾക്കൊക്കെ അറിയാം. അദ്ദേഹം സ്ത്രീകളോട് അഭിരമിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു എന്നാണ്. എത്ര ശ്രമിച്ചിട്ടും ആ വാസനയെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാനാവാതെ വന്നു. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് കരഞ്ഞ് നിലവിളിച്ചോണ്ട് പറയും, ഗുരുവായൂരപ്പ എന്നെ ഈ മായയിൽ പെടുത്തരുത്. ഇതെല്ലാവരും കരഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ കാമിനീ കാഞ്ചനങ്ങളിൽ നിന്ന് എൻ്റെ ശ്രദ്ധയെ അവിടുന്ന് അടർത്തി മാറ്റി തരണേ എന്ന് പറഞ്ഞിട്ട് ഗംഗാതീരത്തിരുന്ന് നിലവിളിച്ചിട്ടുള്ള ആളാണ്. ചേലപ്പറമ്പനും കരഞ്ഞിട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും അദ്ദേഹത്തിൻ്റെ വാസന അദ്ദേഹത്തെ കീഴ്പ്പെടുത്തും. അവസാനം അദ്ദേഹം തീരുമാനിച്ചു, ഇനി ഞാൻ ക്ഷേത്രത്തിൽ പോലും പോണില്ല, ഇനി ഇത്തരം സദസ്സുകളിൽ പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെ തീരുമാനിച്ചാൽ അദ്ദേഹത്തെ അന്വേഷിച്ച സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി. അപ്പം അവസാനം അദ്ദേഹം എല്ലാം ക്ലോസ് ചെയ്തു. അവസാനം 40-41 ദിവസം സ്വയം നിയന്ത്രിക്കാനായിട്ട് ഭജനമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഗുരുവായൂർ ചെന്ന സമയത്ത് ഏകാദശിയുടെ സമയമാണ്. ഗുരുവായൂരപ്പനെ തൊഴുത് തിരിഞ്ഞു നോക്കിയ സമയത്ത് അസാമാന്യമായ ഒരു യക്ഷകിന്നരാദികളെ പോലും നാണിപ്പിക്കുന്ന സൗന്ദര്യ സ്വരൂപിണിയായ ഒരു യുവതിയെ കണ്ടു. അദ്ദേഹം ആ സ്ത്രീയിൽ അനുരക്തനായി. അങ്ങനെ ആ സ്ത്രീയെ കാണാൻ വേണ്ടി തന്നെ അദ്ദേഹം അമ്പലത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ അവർ തമ്മിൽ അനുരാഗത്തിലായി. കൃഷ്ണനാട്ടം നടക്കുന്ന ഒരു രാത്രിയിൽ നമുക്കറിയാം, ആ ശാസ്താവിൻ്റെ തൊട്ടിപ്പുറത്തൊരു തടപ്പള്ളി ഉണ്ട് ഗുരുവായൂർ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ. അപ്പോൾ അവിടേക്ക് ഈ സ്ത്രീ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത് പോലെ തോന്നി. ചേലപ്പറമ്പൻ രാത്രിയുടെ ഇരുട്ടിൽ ആ തടപ്പള്ളിക്കകത്തേക്ക് പതുക്കെ കടന്ന് അകത്തേക്ക് പോയ സമയത്ത് ചേലപ്പറമ്പന് തോന്നി ഒരു മരതകത്തിൻ്റെ കട്ട പോലെ, അപാരമായ വശ്യശക്തിയുള്ളൊരു തൂമിന്നൽ പിണറ് പോലെ, ബ്രഹ്മാവ് പണ്ട് പറഞ്ഞ പോലെ നൗമീഢ്യതേ അഭ്രവപുഷേതടിദംബരായ എന്ന് പറഞ്ഞ പോലെ ഒരു മരതകത്തിൻ്റെ വള്ളി ആ ജനാലയിൽ ഇങ്ങനെ പിടിച്ച് അപ്പുറത്തേക്ക് നിൽക്കണ പോലെ തോന്നി. ഈ സ്ത്രീയാണ് നിൽക്കണതെന്ന് വിചാരിച്ച് തിരിഞ്ഞങ്ങോട്ട് നോക്കിയപ്പോഴാണ് ചേലപ്പറമ്പൻ ഞെട്ടിപ്പോയത്. അത് സാക്ഷാൽ നാരായണ, അത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ഒരു ചിരിയുണ്ട്, നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവസാനം ഗുരുവായൂരപ്പൻ്റെ ഒരു പൊട്ടിച്ചിരിയുണ്ട്. ആ ചിരി അങ്ങോട്ട് മുഴങ്ങി ആ തടപ്പള്ളിയിൽ. ചേലപ്പറമ്പ, നീ അന്വേഷിച്ചു പോയ ആ സ്ത്രീ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ചേലപ്പറമ്പൻ്റെ ശരീരം അങ്ങോട്ട് വിറച്ചു. എന്നിട്ട് ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു, ഗുരുവായൂരപ്പൻ എന്താ പറഞ്ഞു, ചേലപ്പറമ്പ നിന്നെ ഈ പ്രപഞ്ചത്തിൽ ഭ്രമിപ്പിച്ചതൊക്കെ ഞാൻ തന്നെയാണ്, എന്നിൽ നിന്ന് അന്യമല്ലാത്തൊരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. ആ മൊമെന്റിൽ അദ്ദേഹത്തിൻ്റെ മുക്തി പഥത്തിലേക്കുള്ള യാത്ര അദ്ദേഹം തുടങ്ങി. അദ്ദേഹം ഇനി എന്താ അദ്ദേഹത്തിന് വേണ്ടത് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അവിടുന്ന് ഇറങ്ങി ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ അങ്ങോട്ട് ചെന്ന് നിന്നു. മനോഹരമായൊരു ശ്ലോകം, അത് ധ്രുവനൊക്കെ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്ത എന്നൊക്കെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് നിർഗമിച്ചു. സാഷ്ടാംഗം പ്രണമിച്ചു. അവിടെ ജീവൻ വെടിയുകയും ചെയ്തു. കഴിഞ്ഞു. പ്രായമുള്ള തിരുമേനിമാർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേലപ്പറമ്പൻ്റെ പേരിൽ എവിടെയോ ഒരു ബലിക്കല്ല് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏതോ ഭാഗത്തുണ്ടാവണം എന്ന്. ഇതാണ് വാസനാക്ഷയം. വാസന ക്ഷയിച്ചാൽ പിന്നെ നമ്മളില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഈ മായയിൽ പെടാതെ സദാസ്മൃതി. അതാണ് ഭാഗവതം പറഞ്ഞത്, ഏതാവാൻ സാഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠിത ജന്മലാഭപരപുംസാന്തേ നാരായണ സ്മൃതി. അന്തേ നാരായണ സ്മൃതി എന്ന് പറഞ്ഞാൽ അവസാനിക്കാറാകുമ്പോൾ നാരായണനെ സ്മരിക്കണം എന്നല്ല. പിന്നെ ഏതാണ്? ഓരോ നിമിഷവും നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിച്ച് ആധുനിക കാലത്തുള്ള ഈ ഒരു ചെറിയ കണ്ണാടി കഷ്ണം തമ്മിൽ ഇങ്ങനെ തൊടുമ്പം പ്രപഞ്ചം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിച്ച മഹാത്മാവാണ് സ്റ്റീവ് ജോബ്സ്. ആ സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതം 51 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ആ ജോബ്സ് ജീവിച്ചത് എങ്ങനെയാണെന്നറിയോ? ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ അദ്ദേഹം തീരുമാനിക്കുമായിരുന്നു, ഇതെൻ്റെ അവസാന ദിവസമാണ്. ഇങ്ങനെയുള്ള ഗംഭീരന്മാരുണ്ട് കേട്ടോ. ഭാരതത്തിലും ഭാഗവതന്മാരുടെ ഇടയിൽ മാത്രമല്ല, എത്രയോ മഹാത്മാക്കൾ എല്ലാം ഉണ്ടായിട്ടും
അതിലൊന്നും ഭ്രമല്ലാണ്ട് ജീവിച്ച മഹാപുണ്യശാലികളുണ്ട്. അവരറിഞ്ഞതാണ് ആ സത്യത്തെ, അവർ പ്രാപിച്ചതാണ് ആ സത്യത്തെ. അല്ലാതെ നമ്മൾ കാണുന്ന ഈ ഈശ്വര ചിന്തകന്മാരെന്ന് അഭിനയിക്കുന്നവർ മാത്രമല്ല. ഈശ്വര ചിന്തകന്മാര് ഈ പറച്ചിലൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. നമ്മളെപ്പോഴും പറയുന്നവരും കേൾക്കുന്നവരുമായിട്ടുള്ള, നമ്മളെല്ലാവരും പറയുന്നവരും കേൾക്കുന്നവരാണ്. ഇപ്പോൾ ഇവിടെ ഒരു മൈക്ക് കിട്ടി, ഏതൊക്കെയോ ചില കാരണങ്ങളെ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ള അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് പറയുന്നതിന് എന്താ വിശേഷം ചോദിച്ചാൽ, നമ്മളൊക്കെ ഒരുമിച്ച് ഗുരുവായൂരപ്പനെ ചിന്തിക്കുകയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുന്ന ആളുകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട എന്താ, പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരും തന്നെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർക്ക് ആർക്കും തന്നെ പറയാനും സാധ്യമല്ല. അറിഞ്ഞത് എങ്ങനെയാ പറയാൻ സാധ്യമല്ല. പിന്നെ എന്തിനാ ഈ പറയണമെന്നൊരു ചോദ്യം വരും. പറച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്, മഹാമൗനത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ്. പാൽപ്പായസം ധാരാളം കുടിച്ചാലേ അത് വേണ്ടെന്നാവുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് വേണ്ടാന്നാവണം. അത് വേണ്ടാന്നാവാൻ വേണ്ടി കുടിക്കുകയും ചെയ്യരുത്. സ്വാഭാവികമായിട്ട് ഒരു മരവിപ്പല്ല, ഒരു ഡെസ്റ്റിനേഷൻ, ഒരു വിശ്രാന്തി നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ ഗുരുവായൂരപ്പനോട് നമുക്ക് പറയാനുള്ളതാണ്, ഈ പരമമായ സത്യത്തെ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പോൾ അത് പറയുകയാണ്, ഈ പ്രപഞ്ചത്തിന് ആധാരമായ ആ ശക്തി ഭഗവാൻ തന്നെയാണ്. ആ ശക്തിയെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ദർശിക്കാം. പക്ഷെ എന്തുണ്ടാവണം, നമുക്ക് ഉറപ്പുണ്ടാവണം. ഇപ്പം എല്ലാവരും പറയും ഗുരുവായൂരപ്പനെ ഉണ്ണിയായിട്ടാണ് കാണുന്നതെന്ന്. ചോദിക്കട്ടെ, ഏത് പ്രായത്തിലുള്ള ഉണ്ണിയാണ്? എത്ര പല്ലുണ്ട്? ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ആ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞ മാതിരിയുള്ള പാൽപുഞ്ചിരിയും പാലും ഒരുമിച്ച് ഒഴുക്കുന്ന കൃഷ്ണനാണോ, ഉണ്ണികൃഷ്ണനാണോ മുന്നിൽ കിടക്കുന്നത്? അത് കേട്ടില്ലേ? ഏകതാധതി വിമാധകാരിണിം മാതരം സമുപസേദിവൻ ഭവാൻ സ്തന്യലോലുപതയാ നിവാരയൻ അംഗമേത്യപവിവാൻ പയോധരൗ. 47-ാം ദശകം നാരായണീയം ഭട്ടതിരിപ്പാടിൻ്റെ ഒരു മാസ്റ്റർ പീസാണിത്. അതിൽ പറയുന്നുണ്ട്, അമ്മയുടെ ആ മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുന്ന സമയത്ത് പാല് ചെരിഞ്ഞ് കിടന്ന് കുടിക്കുമ്പോൾ ഒഴുകി വരുന്ന കൃഷ്ണനാണോ നിങ്ങളുടെ ധ്യാനവസ്തു? കോണ കൊടുത്ത കൃഷ്ണനാണോ, കോണ കൊടുക്കാത്ത കൃഷ്ണനാണോ, കുഞ്ഞി കൃഷ്ണനാണോ, അമ്മയെ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങിയ കൃഷ്ണനാണോ, അല്ലെങ്കിൽ ഗാഗാ ഗൂഗു എന്ന് പറയുന്ന കൃഷ്ണൻ? ഇത് നമുക്ക് നിശ്ചയം ഉണ്ടാവണം. അങ്ങനെയാണ് കുറൂരമ്മയൊക്കെ പ്രാപിച്ചത്. നമ്മൾ വെറുതെ ഞാൻ ഉണ്ണികൃഷ്ണൻ ഇട്ടാകാം, അങ്ങനെയല്ല. ഏത് വസ്തുവിലും നമുക്ക് ഉറപ്പുണ്ടാവണം. യുവാവായ കൃഷ്ണനാണെങ്കിൽ എങ്ങനെയുള്ള കൃഷ്ണൻ, എങ്ങനെയുള്ള ഈശ്വരൻ, അതിനാണ് ഈ സത്രം കഴിയുമ്പോൾ കുറൂരമ്മയ്ക്കൊക്കെ ഉള്ള ഗുണം അതാണ്. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല, TV ഉണ്ടായിരുന്നില്ല. വാസനകളിലേക്ക് ആ ഹൃദയം, ചിത്തവൃത്തി, അതാണ് യോഗോ ചിത്തവൃത്തി നിരോധ എന്ന് പാതഞ്ജല യോഗസൂത്രത്തിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഗുരുവായൂരമ്മയ്ക്ക് അതുകൊണ്ടാണ് സാക്ഷാത്താക്കാൻ പറ്റിയത്. നമ്മുടെ പ്രശ്നം എന്താ അറിയോ, ഈ ഗുരുവായൂരപ്പൻ കല്ലാണ്, കട്ടയാണ്, മണ്ണാണ്, മരമാണ്, വിഗ്രഹം എന്നൊക്കെ ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയണ പ്രയോഗ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹേ. അപ്പോൾ ഗുരുവായൂരപ്പൻ ആരാ? അപ്പോൾ നമുക്ക് പറയാൻ ധൈര്യം വരണില്ല, എൻ്റെ ഹൃദയീശ്വരൻ ഗുരുവായൂരപ്പനാണ് എന്ന് ഉറപ്പിക്കാൻ. ആ ഉറപ്പ് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടാവേണ്ട ഉറപ്പല്ല. നമ്മൾ ഗുരുവായൂർ പോയി നിൽക്കണ സമയത്ത് പോലും നമുക്ക് ഈ പരമമായ സത്യത്തോടുള്ള ധ്യാനാസക്തി ഉണ്ടാവുന്നുണ്ടോ? അതിനാണ് ഭാഗവതം പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഒരു ജ്ഞാനഭണ്ഡാരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ജന്മാദ്യസ്യത എന്നുള്ളത് ബ്രഹ്മസൂത്രത്തിൻ്റെ തന്നെ 2ാമത്തെ പദമാണ്. എത്ര പ്രൗഢാണ്. അടുത്തത് എന്താണ്? ശാസ്ത്രയോനിത്വാത് തത്വസമന്വയാത്. ഇതൊക്കെ ആ ഒറ്റ ശ്ലോകത്തിലുണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എങ്ങനെ വേണമെങ്കിലും ഈ സത്യത്തെ, നമുക്ക് പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അത് എല്ലാവർക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് അതിനെ തന്നെ പല പല കഥകളാക്കി പറഞ്ഞത്. അത് ആ കഥാപാത്ര സംസ്കരണത്തിലൂടെയാണ്. ഇപ്പം പരമമായ സത്യത്തെ ധ്യാനിക്കുന്ന ആദ്യത്തെ ആൾ ആരെന്നെയാണ് ഭാഗവതത്തിൽ? സാക്ഷാൽ ശുകൻ തന്നെയാണ്. എഴുത്തച്ഛൻ്റെ കിളിയും വ്യാസൻ്റെ ശുകവും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം മലയാള ഭാഗവതം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ മലയാള ഭാഗവതം വായിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ, വരികരികിൽ ഇരി ശുകമേ. അതാരാ ശുകം? തത്തയാണോ? ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ സമവാക്യങ്ങൾ നമ്മളുണ്ടാക്കിയതാണ്. മഹാത്മാക്കൾക്കൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മളുണ്ടാക്കിയതാണ്. എന്നിട്ട് നമ്മൾ ആ കഥയുണ്ടാക്കി. എഴുത്തച്ഛന് വേദം പറയാൻ അധികാരമില്ലാതിരുന്നത് കൊണ്ട് കിളിയെ കൊണ്ട് പാടിച്ചു, തത്തയെ കൊണ്ട് പാടിച്ചു.
എന്ത് ബ്ലണ്ടറാന്ന് ആലോചിച്ച് നോക്കൂ. എഴുത്തച്ഛൻ ആരായിരുന്നു എന്ന് അറിയാനായിട്ട് പാലക്കാട് രാമാനന്ദ അഗ്രഹാരത്തിൽ വന്ന് നോക്കിയാൽ മതി. അവിടെ ഇപ്പോഴും കാണാം എഴുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന ശ്രീചക്രവും മേരുചക്രവും ആത്മപാത്രവും ഗുരുപാത്രവും ഒക്കെ കാണാം. അദ്ദേഹം ശ്രീവിദ്യോപാസകനായിരുന്നു. രാജമാതങ്കിയാകുന്ന ദേവിയുടെ കയ്യിലൊരു തത്ത ഇരിപ്പുണ്ട്. മധുരമീനാക്ഷിയുടെ അവിടെ പോയിട്ടുണ്ടോ? അല്ല, തീർത്ഥാടനമൊന്നും പോകാറില്ല തോന്നല്ലേ. അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ യാത്രയൊക്കെ ചെയ്യണം, തീർത്ഥാടനമൊക്കെ ചെയ്യണം. തീർത്ഥാടനമൊക്കെ ചെയ്താലേ നമുക്ക് എന്താ ലോകം എന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ? പല ആളുകളും സത്യം പറഞ്ഞാൽ ഇപ്പോഴും മുഖമൊക്കെ വളരെ വിഷമിച്ച ഈ സത്രവേദിയിൽ ഇപ്പോഴും ഇരിക്കണേ. എന്താ കുഴപ്പമെന്ന് പറയാം? ആരെക്കുറിച്ച് ആലോചിച്ച ഈ വേദന? ആരെക്കുറിച്ച് ആലോചിച്ച? മക്കളെക്കുറിച്ച് ആലോചിച്ച ഈ ഇരുന്ന് വിഷമിക്കണേ. ഒരു കാലം കഴിഞ്ഞാൽ നമ്മൾ അത് പറയുന്നുണ്ട്, ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, കർമ്മകാണ്ഡ പ്രദീപം പറയുന്നുണ്ട്. എന്നാണ് നാം സന്യസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പേരക്കുട്ടിയുടെ മുഖം കാണുന്ന അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം എന്നാണ്. അപ്പം എത്ര പേര് ഇതിനകത്ത് ഇറങ്ങണം എന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചോളണം. ഈ മക്കളെന്നും പറഞ്ഞിട്ട് പിടിച്ച പിടിയാലെ പിന്നാലെ നടന്ന് ഒരു സന്തോഷവും ഇല്ലാണ്ട് ജീവിച്ച ലക്ഷക്കണക്കിന് ആളുകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ തമാശ പറയല്ല കേട്ടോ. ഈ ചില ആളുകളുടെയൊക്കെ മുഖം കണ്ടിട്ട് അറിയാതെ പറയണമെന്ന് വെച്ചിട്ട് പറയണമല്ല. എന്തിനിങ്ങനെ വിഷമിക്കണേ? നമ്മുടെ രക്ഷകനായിട്ട് നമ്മുടെ ഈശ്വരനായിട്ട് ഇവിടെ ഗുരുവായൂരപ്പനുള്ള സമയത്ത് വേറെ എന്തിലാണ് ആനന്ദം കണ്ടെത്താൻ സാധിക്കുക? അതുകൊണ്ട് ഇനിയുള്ള കാലെങ്കിൽ ഈ വയസ്സായിട്ടുള്ള ആളുകളോട് പറയുക കേട്ടോ. വയസ്സായവരെന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു 40 വയസ്സിനൊക്കെ മുകളിലുള്ളവർ. അത് ഇഷ്ടപ്പെട്ടില്ല. ചിലർ ഇങ്ങനെ നോക്കേ, 40 വയസ്സ് കഴിഞ്ഞാൽ അല്ലേ, 40 വയസ്സ് കഴിയുമ്പോൾ ഈ വെള്ളിനാരൊക്കെ കെട്ടിത്തരും ഗുരുവായൂരപ്പൻ. എന്തിനാ അത്? ഈ ഓട്ടോ ഒക്കെ നിർത്താറായി, അപ്പം തന്നെ പെയിൻ്റ് അടിക്കും നമ്മൾ. ആയില്ല പറഞ്ഞിട്ട്. അപ്പം ഈ 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കുറച്ചൊന്നൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. എന്നാലേ പറ്റുള്ളൂ. ഈ പിന്നാലെ നടപ്പ് കുറയ്ക്കണം നല്ലതാ. നല്ല ഭക്ഷണം കഴിക്കാത്ത എത്ര അമ്മമാരുണ്ടെന്നറിയോ? മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു വസ്ത്രം ധരിക്കാത്ത ആളുകളുണ്ട്. ഒരു തീർത്ഥാടനത്തിന് പോവാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉച്ച കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? കുറച്ച് എല്ലാ സ്വത്തും വകകളൊന്നും ഇപ്പോഴേ മക്കളുടെ പേരിൽ എഴുതണ്ട. കുറച്ചൊക്കെ കയ്യിലിരുന്നോട്ടെ. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് തൊട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുക. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ഈ സെറ്റുധാരിയൊക്കെ കളഞ്ഞിട്ട് വല്ല കാഞ്ചീപുരം കൊടുത്തോണ്ടോ? എന്തിനിങ്ങനെ ദാരിദ്ര്യം പിടിച്ച് വെറുതെ ഇങ്ങനെ ജീവിക്കണത്? തമാശയായിട്ട് പറയില്ല. ഇടയ്ക്ക് ഗുരുവായൂരൊക്കെ മാസത്തിലൊക്കെ ഒന്ന് പോക്കൂടെ? ഈ മക്കളെന്നും പറഞ്ഞിട്ടുള്ള എല്ലാ ദിവസവും ഭക്ഷണവും പോലും കഴിക്കില്ല. എല്ലാ ദിവസവും കഞ്ഞി, ചമ്മന്തി, ഇന്നലത്തെ കഞ്ഞി, ഇന്നത്തെ കഞ്ഞി. എന്തിങ്ങനെ വെറുതെ ജീവിക്കണേ? പിന്നെ ഉച്ചയ്ക്ക് തന്നെ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വയസ്സായിട്ടുള്ള ആളുകൾ ജ്യൂസൊക്കെ അടിച്ചിട്ട് 3 നേരം പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി കുടിക്കുക. എന്താണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കുറേശ്ശെ വന്നോട്ടെ. ഒന്നുമില്ലെങ്കിൽ അവസാന കാലത്ത് നാട്ടുകാർക്ക് പറയാമല്ലോ, പാവം തങ്കമ്മ ചേച്ചി തിന്ന് ചത്തുപോയതാണ് എന്ന്. അത്രയെങ്കിലും ആശ്വാസമില്ല. ഇത് ഇപ്പം ഒരു സന്തോഷം പോലെ തോന്നിയില്ലേ? അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ആനന്ദം ഹൃദയത്തിനകത്ത് നിന്നുണ്ടാവണം. ഇല്ലാണ്ട് വെറുതെ ഒരു കാര്യമില്ല. അതാണ് പറഞ്ഞത്. ഈ നമ്മളിപ്പോൾ പറഞ്ഞ തമാശ എന്ന് വിചാരിക്കണ്ട. ഇതെന്താ സാധനം? ഈ നമ്മളുടേതാണെന്ന് കരുതിയതൊന്നും സത്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നേരം പോക്ക് പറഞ്ഞല്ല. അപ്പം ഞാൻ ആരാണെന്ന ചിന്ത അവിടെ വരും. എൻ്റെതല്ല. അപ്പം എനിക്ക് എപ്പോഴും ആനന്ദം ഉണ്ടാവുക എന്ന ചിന്ത വരും. അതിനാണ് ഭാഗവത അവസ്ഥാത്രയങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചത്. ജാഗ്രത അവസ്ഥ പറയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണല്ലോ. ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കൂ, ഉണർന്നിരിക്കുന്നൊരു ഞാനുണ്ട്, അല്ലേ? ആ ആളാണല്ലോ കേൾക്കുന്നത്, ആ ആളാണ് കാണുന്നത്. ഇനി സ്വപ്നത്തിലൊരു ഞാനുണ്ടോ? കുഴപ്പമോ? സ്വപ്നത്തിലൊരു ഞാനുണ്ട്. ആ ആളാണല്ലോ സ്വപ്നം കാണുന്നത്. ഇല്ലെങ്കിൽ സ്വപ്നം കാണാൻ പറ്റില്ല. സ്വപ്നം അനുഭവിക്കുന്ന ആൾക്ക് ആ കാണുന്ന സമയത്തത് സത്യമാണ് താനും. മനസ്സിലാവണില്ലേ? അതാണ് രാമതീർത്ഥൻ ചോദിച്ചത്. സ്വപ്നത്തിൽ എല്ലാ ദിവസവും കടുവ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് തലയണയുടെ അടിയിൽ കിടക്കണതിന് മുമ്പ് വാള് വെച്ചാൽ ശരിയാവുമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വല്ലാത്ത ചോദ്യമാണിത്. ഇനി സുഷുപ്തി അവസ്ഥ ഉണ്ട്. ഉറങ്ങുന്ന സമയത്ത് ഞാനുണ്ടോ? കുഴപ്പമായോ? ഉറങ്ങുന്ന സമയത്ത് ഞാനുണ്ട്. എന്താ ഉറപ്പ്? ഉറങ്ങിയിട്ട് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം. അപ്പോൾ നമ്മളെന്താ പറയുക? സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയാം. സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയണമെങ്കിൽ സുഖം അനുഭവിച്ചൊരു ഞാൻ വേണ്ടേ? അപ്പം ചിലർ പറയും ഉറക്കത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയും. ഉറക്കത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു അറിവായത് കൊണ്ട് അറിഞ്ഞില്ല എന്ന അറിവിനെ അറിവാക്കി മാറ്റിയ ഒരു അറിവായ ഞാൻ അറിയില്ല എന്ന അറിവായി മാറുകയാണ് അവിടെ. അപ്പോഴും
ആരുണ്ട്? ഞാനുണ്ട് അവിടെ. അപ്പം ഈ ഞാനാണ് ഞാൻ അന്വേഷിക്കുന്ന യഥാർത്ഥത്തിലുള്ള ബ്രഹ്മജ്യോതിസ്, ആത്മജ്യോതിസ്, ഗുരുവായൂരപ്പൻ എന്നൊക്കെ നമ്മൾ പറയണം. നമ്മുടെ ഉള്ളിലുള്ള അന്തര്യാമിയായ ആ ശക്തിയെ തന്നെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്. അത് ശുഗൻ സാക്ഷാത്കരിച്ചു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ശുഗൻ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ കഥ പറയാറില്ല, വ്യാസഭഗവാൻ നടന്നു പോയ സമയത്ത് കുറച്ച് പേര് കുളിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കഥ പറയും. അപ്പോൾ വ്യാസഭഗവാൻ വന്ന സമയത്ത് ആ സ്ത്രീകൾ നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. ശുഗൻ വന്നപ്പോൾ ആ സ്ത്രീകൾക്ക് ഭാവവ്യത്യാസം ഉണ്ടായില്ല എന്നാണ്. എന്താ കാരണം? നമ്മൾ സാധാരണ പറയാറില്ലേ, ഭഗവാൻ സാക്ഷാൽ ശ്രീ ശുഗ മഹർഷിയെ നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, കാരണം പ്രപഞ്ചവുമായി താതാത്മ്യപ്പെട്ടും പോയ ശുഗൻ എന്നാ പറയുക. പ്രപഞ്ചവും താനും വ്യത്യസ്തമല്ലാത്ത ശുഗൻ അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്ലക്ഷനാണ് ആ സ്ത്രീകളിലും തോന്നണത്. അപ്പം നമ്മളിൽ ആധ്യാത്മികത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള വഴി അതാണ്. സ്വയം നാം ശാന്തനായ ഒരാളാണെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ആ ശാന്തത ഉണ്ടാവും. ശാന്തത ഇല്ലാത്ത ഒരാളെ കണ്ടാൽ നമുക്കും അശാന്തിയാണ് ഉണ്ടാവുക എന്ന് അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുക. അപ്പോൾ ശുഗൻ ആ സത്യത്തെ സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോയ മഹാത്മാവാണ്. പരീക്ഷത്തിൻ്റെ കഥ തൊട്ട് ഭാഗവതം പോയ അസാമാന്യമായൊരു വഴിയിലെല്ലാം നമ്മൾ കാണുന്നത് സത്യം പരം ധീമഹി എന്നുള്ള ശാസ്ത്രം തന്നെയാണ്, ബോധം തന്നെയാണ്. കാരണം ആലോചിച്ച് നോക്കൂ, നമ്മൾ ഭാഗവതം കേൾക്കേണ്ടതിന് ഒരു ക്രമം ഉണ്ടാക്കി വെക്കണം. എങ്ങനെയത്? ഭാഗവതത്തിന് മാധവതീർത്ഥ സ്വാമിജിയൊക്കെ പറയുന്ന പോലെ 3 തരം ഭാഷകളുണ്ട്. അത് വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. ഒന്നാമത്തെ ഭാഷ ലൗകിക ഭാഷയാണ്. സാധാരണഗതിയിൽ കഥ പറയുന്നതാണ് ലൗകിക ഭാഷ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ സാധാരണ പരീക്ഷത്തിൻ്റെ കഥ, പാണ്ഡവ കഥ എന്നൊക്കെ പറയും, അത് സാധാരണ കഥയാണ്, അത് ലൗകിക ഭാഷയാണ്. രണ്ടാമത്തെ എന്താണ്? പരമത ഭാഷ. ഉപനിഷത്തുകൾ ഒക്കെ ഭാഗവതം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തേന തക്തേന ഭുഞ്ജീതാമാകൃത കസ്വസിധനം എന്നുള്ളതിനെ ഭാഗവതത്തിലേക്ക് വന്നപ്പോൾ എന്ത് പറഞ്ഞു? ആത്മാവസ്യ ഇതം സർവം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭാഷയാണ് എന്ത്? പരമത ഭാഷ, ഔപനിഷദിക പക്ഷത്തിലുള്ള ഭാഷ. ഇനി മൂന്നാമതൊരു ഭാഷ ഉണ്ട്, അതേതാത്? സമാധി ഭാഷ. സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദി കോൺഷ്യസ്നസ് എന്നൊക്കെ സായിപ്പ് പറയും. ധീ സമമാകുന്ന അവസ്ഥ. എന്തിനോട്? പ്രപഞ്ചത്തോടും തന്നോടും വേണ്ടതുപോലെ താനെന്ന് താൻ കരുതുന്ന ആ തത്വത്തെ ബുദ്ധി ഉപയോഗിച്ച് ഇത് രണ്ടല്ല എന്ന ബോധ്യത്തിലേക്ക് വന്നിട്ട് ശരീരാതീതമായി മാറുന്ന അവസ്ഥയാണ് സമാധി അവസ്ഥ. ഹൃദയം കൊണ്ടുള്ള ഭാഷ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴാണ് നമുക്ക് ഭാഗവതാർത്ഥത്തെ ഗ്രഹിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവുക. ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് എങ്ങനെയാണ് സത്യസാക്ഷാത്കാരത്തിലേക്ക് പോയത്? പരീക്ഷിത്ത് എന്ന പദത്തിന് തന്നെ അർത്ഥം എന്താണ്? പരിതഃ ഈക്ഷിതൈഹി പരീക്ഷിത്ത്, പരിശോധിച്ച് സദാ സദാ. അദ്ദേഹം അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ അങ്കുഷ്ഠമാത്ര തുല്യനായിരിക്കുന്ന ഭഗവാനെ കണ്ടിരുന്നു എന്നാണല്ലോ പറയുക. അപ്പോൾ അത് ഒരു പൂർണ്ണ അനുഭവമായില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പരീക്ഷിത്ത് എന്താ ചെയ്യുക? പരീക്ഷിത്ത് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കാണുന്നവരൊക്കെ നല്ലോണം സൂക്ഷിച്ചു നോക്കുന്നതാണ്. ഈ വരുന്നത് കൃഷ്ണനാണോ, ഈ വരുന്നത് ആ നീല നിലാവാണോ, ഭഗവാനാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിത്ത് അങ്ങനെ നോക്കുക. അപ്പോൾ കാണുന്നതിലൊക്കെ ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യമാക്കി കൊണ്ടുപോയ ആളാണ് യഥാർത്ഥത്തിൽ പരീക്ഷിത്ത്. ആ പരീക്ഷിത്ത് പാണ്ഡവന്മാരുടെ അവസാനത്തെ കണ്ണിയായിട്ട് ജനിച്ചു വീണു. കാരണം പാണ്ഡവന്മാർ അപ്പോഴേക്കും മഹാപ്രസ്ഥാനത്തിലൂടെ കടന്നുപോയി. അവരും സാക്ഷാത്കരിച്ചത് സത്യദർശനത്തെ തന്നെയാണ്. അപ്പോൾ ഈ പരമമായ സത്യത്തെ പരീക്ഷിത്തും പാണ്ഡവാദികളും കുന്തിമാതാവും ഭീഷ്മരും വിതുരരും ഒക്കെ സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന മനോഹരമായ രംഗങ്ങളിലൂടെ ഭാഗവതം നമ്മളെ കൊണ്ടുപോകണം. അപ്പോൾ ഈ സത്യത്തെയാണ് പല രീതിയിൽ ഭാഗവതകാരൻ കഥാരൂപത്തിൽ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ജീവിതം ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരത്തിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആ ബോധത്തിലേക്ക്, അനാദൃശ്യമായ ആ ബോധത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വ്യാസഭഗവാൻ പരിശ്രമിപ്പിക്കുകയാണ്. അവിടെയാണ് നാം ജീവനായി മാറേണ്ടത്. നാം ജീവനായി മാറാതെ ഈ കഥകൾ മനസ്സിലാവാൻ പ്രയാസമാണ്. കാരണം പരീക്ഷിത്ത് പോയ കാടെന്ന് പറയുന്നത് ഏതാണ്? പരീക്ഷിത്ത് ജീവനാണെങ്കിൽ, നമ്മുടെ ജീവനാണെങ്കിൽ പരീക്ഷിത്ത് പോയ കാട്, മൃഗീയ വികാരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പരീക്ഷിത്ത് പോയ കാട്,
അവനവൻ്റെ മനോമണ്ഡലം തന്നെയാവണം. ഓരോ കഥകളെയും നമ്മൾ നോക്കിയാൽ നമുക്കത് വളരെ ഗംഭീരമായിട്ടുള്ള കഥകളാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ, ഇപ്പോൾ ഭാഗവതം മുഴുവൻ കേട്ട് കഴിയുമ്പോഴും കൃഷ്ണലീലകളൊക്കെ കേട്ട് കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ രാസക്രീഡയൊക്കെ എന്താണെന്ന് ഇപ്പോഴും ബോധ്യമല്ലാതെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഗോപികമാരുടെ തലങ്ങൾ, ഇപ്പം ഇന്നലെ ഗോപികാ സംഘമായിരുന്നല്ലോ, ആരാണ് ഗോപിക എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവണം. അതും സത്യസാക്ഷാത്കാരത്തിനുള്ള വഴിയാണ്. സത്യം പരം ധീമഹി എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ പറയുന്ന ഗോപികാഗീതവും. ഭാഗവതത്തിൽ ഏത് തലങ്ങളും അതിനെ ഘടിപ്പിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധ്യതകൾ ഉണ്ടാവുന്നുള്ളൂ. കാരണം ഇവിടെ ഗോ എന്ന വാക്കിന് തന്നെ പല അർത്ഥങ്ങളാണ്. അവിടെ ഗോപിക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണതത്വമാണ്. ആ ഗോപികയാകുന്ന നമ്മുടെ പ്രാണനെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഒരു ഗുരുവിൻ്റെ കടമയാണ് ഭഗവാൻ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഗോപി വസ്ത്രഹരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്, ഭഗവാൻ ഗോപികമാരുടെ വസ്ത്രത്തെ കവർന്നു എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം ഭഗവാനുണ്ടോ? അന്തര്യാമിയായ ജീവനായിരിക്കുന്ന കൃഷ്ണൻ എന്തിനാ അങ്ങനെ ചെയ്തത്? അവിടെ ഗോ എന്ന വാക്കിനർത്ഥം പ്രാണതത്വം എന്നാണ്. ഗോപിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനാണ്. ആ സാധാരണ ജീവനായ നാം എപ്പോഴാണോ ആ കൃഷ്ണൻ എന്ന തത്വദീക്ഷയെ അവരങ്ങനെ ആദ്യം കണ്ടത്, നമ്മളെപ്പോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ഗുരുവായൂരപ്പൻ എന്ന വിഗ്രഹം എന്നൊക്കെ പറയണ മാതിരിയാണ് അവർ ഗുരുവായൂരപ്പൻ ഞങ്ങളുടെ ഇടയിൽ ജനിച്ചൊരു കുട്ടി പോലെ അവരാദ്യം കണ്ടു. പക്ഷെ പടിപടിയായി അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവസാനം ഗോപികാഗീതത്തിൽ അവരെന്തു പറഞ്ഞു? നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക്. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. അഖിലദേഹിനാം അന്തരാത്മദൃക്, എല്ലാ ദേഹികളിലും നിറഞ്ഞു നിൽക്കുന്ന അന്തരാത്മാവാണ് അവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപി വസ്ത്രഹരണം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം കുംഭമേളയ്ക്കൊക്കെ പോയി കാണാം, മാഘപൂർണിമ അതപ്പം കടന്നുപോയി. മാഘപൂർണിമ ഗുരുനാഥന്മാരുടെ ദിവസമാണ്. അന്ന് ആ പൂർണ്ണദീക്ഷ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉടുത്തിരിക്കുന്ന വസ്ത്രം, അതുപോലെ തന്നെ കർമ്മകാണ്ഡത്തിൻ്റെ പ്രതീകമായ പൂണുനൂല്, ശിഖ, ഇതൊക്കെ അറുത്ത് കളഞ്ഞിട്ട് ആ വെള്ളത്തിൽ കഴുത്തറ്റം നഗ്നമായിട്ട് ആ ശിഷ്യന്മാർ നിന്ന് ശരീരബോധത്തെ അവിടെ വെച്ച് ഉപേക്ഷിച്ച് നേരെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് 7 അടി നടന്നു വന്ന് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നതോടുകൂടി എന്തായി? പഴയ ജീവിതം ഇല്ലാതെയായി. അവർ സത്യത്തെ സാക്ഷാത്കരിക്കുകയാണ് അവിടെ. എവിടെയാ സത്യത്തെ ഇത് കഥകളിൽ മാത്രമുള്ളതല്ല കേട്ടോ, ഭാഗവത കഥകളിൽ മാത്രമല്ല. ഈ സാക്ഷാത്കാരം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ഭാഗവതം ഇത്തരം സത്രങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തവരാണ് നമ്മളെ നയിച്ചതും. പണ്ട് പാലക്കാട് ഒരാൾ സത്യസാക്ഷാത്കാരം ചെയ്ത ഒരാളുണ്ടായിരുന്നു. എത്രയോ പേരുണ്ട്. അവിടെ ഭൂതാമ്പള്ളിയിൽ ഒരു ബാലകൃഷ്ണമേനോൻ ഉണ്ടായിരുന്നു. ഈ ബാലകൃഷ്ണമേനോൻ്റെ അച്ഛൻ വളരെ ഗംഭീരമായിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജില്ലാ ജഡ്ജി ആയിരുന്നു അദ്ദേഹം. ശരിക്കും അദ്ദേഹത്തിൻ്റെ അമ്മ തങ്കുത്തമ്പുരാട്ടി കൊച്ചി രാജവംശത്തിലെ അംഗമായിരുന്നു. അപ്പോൾ ഫിനാൻഷ്യലി ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി. അതുപോലെ തന്നെ സകല പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെയുള്ള സകലതും ആ വീട്ടിൽ ലഭ്യമായൊരു കാലത്ത് അവിടെ ജനിക്കുന്ന ബാലൻ എന്ന യുവാവ് ആഘോഷങ്ങളിലൂടെ നടന്നു. UD കൊളോണിൻ്റെയും കുട്ടിക്യൂറയുടെയും സമ്മിശ്ര ഗന്ധത്തോടുകൂടി തലമുടി അമർത്തി ചീകി നടക്കുമ്പോൾ ബാലനോട് അച്ഛൻ പറയുമായിരുന്നു, ബാല നീ ഇങ്ങനെ തലമുടി ചീകരുത്, കഷണ്ടി വരും എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ആ കുട്ടി പിന്നീട് മഹാരാജാസിലേക്കാണ് പോയത്. മഹാരാജാസിലേക്ക് പോയി ചട്ടമ്പി സ്വാമികൾ വന്നിരുന്ന ആ വീട്ടിൽ നിന്ന് ആ കുഞ്ഞ് കടന്നുപോയ മഹാരാജാസിൻ്റെ അന്തരീക്ഷം ആ കുട്ടിയെ നിരീശ്വരവാദത്തിൻ്റെ കമ്പത്തിലേക്കും എത്തിക്കേണ്ടായി കാലത്തിൻ്റെ മാറ്റങ്ങളിലൂടെ. അവസാനം അദ്ദേഹം ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം റാങ്കോടുകൂടി പാസ്സായിട്ട് നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ ജോയിൻ ചെയ്യുകയാണ്. അവിടെ വെച്ച് ദ കോമൺ വീൽ എന്ന് പറയുന്ന പങ്ക്തി എഴുതുന്ന ആ കുട്ടി ഭാരതത്തിലുടനീളം അതിലൂടെ ശ്രദ്ധേയനായി മാറുകയും ഹിമാലയ പ്രാന്തത്തിലുള്ള കപട സന്യാസത്തിൻ്റെ മുഖം മൂടികൾ അഴിക്കാൻ വേണ്ടി താൻ നടത്തുന്ന ഒരു പ്രയാണത്തിൽ അദ്ദേഹത്തിന് ഉറ്റ സുഹൃത്തായിരുന്ന ഷോഫ് എന്ന പേരായ ഒരാളുടെ കൂടെ ഹിമാലയ പ്രാന്തത്തിലേക്ക് യാത്രയാവാണ്. ഹരിദ്വാറിലേക്ക് പോകുന്നതിന് മുമ്പ് ആത്മമിത്രമായിരുന്ന ഷോഫ് ഒരു ഹൃദയാഘാതത്തിൽ മരിക്കുകയാണ്. പെട്ടെന്നുണ്ടായ ആഘാതം 2 പേർക്കും ഒരുപോലെയായിരുന്നു. ഹൃദയാഘാതം ഷോഫിനെ കൊണ്ടുപോയി. ആ ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ ബാലനും സമയമെടുക്കേണ്ടി വന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്ത് ഒരു പിടി ചാരമായി മൺകുടത്തിൽ ഇരിക്കുന്നത് ബാലൻ കണ്ടു. ഒരു സായാഹ്നത്തിൽ ഹരിദ്വാറിൽ മനോഹരമായ ശബ്ദം, ഗംഗാമയ്യയ്ക്ക് വേണ്ടിയിട്ട് ആരതി ഒഴിയുന്ന മഞ്ഞും മഴയും മാന്ത്രിക സ്പർശം ഉണർത്തുന്ന ഒരു വൈകുന്നേരം
ബാലൻ ആ പടവുകളിൽ നിർനിമേഷനായിട്ടിരിക്കുന്നുണ്ട്. അനേകം ദീപങ്ങൾക്കൊപ്പം ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്ന ആ സന്ധ്യയിൽ ഷോഫിൻ്റെ ചിതാഭസ്മം ഒഴുക്കിക്കളഞ്ഞ് ബാലൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തില്ല. അദ്ദേഹം സിദ്ധഭാരിക്കപ്പുറത്തുള്ള തണുത്ത കാറ്റും അന്വേഷിച്ച് പോയി. ചെന്ന് കയറിയത് സാക്ഷാൽ ശിവാനന്ദ എന്ന മഹാപുരുഷൻ്റെ ആശ്രമത്തിലാണ്. അവിടെ ചെന്ന് തൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനവും തൻ്റെ പാണ്ഡിത്യവും ഒക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചില്ലുകൊട്ടാരം തകരുന്നത് പോലെ ബാലൻ തകർന്നു പോയി. കാരണം ഒരിക്കലും അദ്ദേഹം വിചാരിച്ചില്ല എഡിൻബറോയിൽ നിന്ന് ഗോൾഡ് മെഡൽ നേടിയ ഒരു മനുഷ്യനാണ്, വൈദ്യശാസ്ത്രത്തിൽ സർജറി കഴിഞ്ഞ ഒരാളാണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് ബാലൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം തകർന്നു വീണു. ഒരു നിമിഷം ബാലൻ പതറുന്നുണ്ട്. പക്ഷെ ആ കുടീരം വിട്ട് നഗ്നമായി നടക്കാൻ പോലും ബുദ്ധിമുട്ടില്ലാതിരുന്നിട്ടും ഒരു കൗപീനം ഒരു തോർത്തും മാത്രം ധരിച്ചിരുന്ന ഒരു മഹാപുരുഷനുണ്ട്, സ്വാമി തപോവനം. ആ തപോവന സ്വാമിയുടെ ഒറ്റക്കുടിലേക്ക് ചെന്ന് കയറി തപോവന സ്വാമിയിൽ അദ്ദേഹം ലയിച്ചു. പിന്നെ ബാലനില്ല. ഗംഗയിൽ ബാലൻ മുങ്ങി നിവർന്നു, തലമുണ്ടനം ചെയ്തു, ഒരൊറ്റയാഴ്ച കൊണ്ട് കാവി ധരിച്ചു. അദ്ദേഹം തിരിച്ചു വന്നു. പൂതാമ്പള്ളിയിലെ കവാടം കടന്ന് തിരിച്ചു വരുമ്പോൾ ഏതോ ഭിക്ഷു ഭിക്ഷയ്ക്ക് വന്നിരിക്കുകയാണെന്നാണ് കുട്ടപ്പമേനോൻ കരുതുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തലം മാറ്റിയപ്പോൾ, തലം മുണ്ടനം ചെയ്ത് കാണിച്ചപ്പോൾ ബാലനാണെന്ന് കുട്ടപ്പമേനോന് മനസ്സിലാവുന്നത്. അദ്ദേഹം കരഞ്ഞു. അപ്പൊ ബാലൻ സ്വതസിദ്ധമായ തമാശയോടുകൂടി പറയുന്നുണ്ട്, അച്ഛാ ഇത് തലമുടി ചീകിയിട്ട കഷണ്ടിയായതല്ല, സന്യാസത്തിന്റെ മുണ്ടനമാണ്, എന്ന് ബാലൻ പറയുന്നുണ്ട്. ഈ ബാലൻ ആരാണെന്ന് ചിലപ്പോ ഇവിടെ ഇരിക്കുന്നവർക്ക് സംശയം തോന്നാം. ബാലൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു പേരുകാരനാണ് ബാലൻ, സാക്ഷാൽ സ്വാമി ശിവാനന്ദ.